ഹലോ. ഇപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഞാനിവിടെ സുഖം ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം, ഞാൻ യാത്ര പോവാണ്. യാത്ര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഓരോരോ യാത്രകളുണ്ടല്ലോ. ജീവിതം തന്നെ വലിയൊരു യാത്രയാണല്ലോ അല്ലേ. അപ്പം എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം എനിക്ക് കുഞ്ഞിന് സുഖമില്ലാതിരിക്കുക എന്നുള്ള കാര്യം. അപ്പം മോനെ മന്ത്ലി ടെസ്റ്റിനായിട്ട് കൊണ്ടുപോകണം. 3 വർഷത്തോളമാണ് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഈ യാത്രയിൽ എനിക്കുണ്ടാകുന്ന ഒരു അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പറയുമ്പോൾ എല്ലാവരും ഉണ്ടാവും, പക്ഷേ എന്നാൽ പിന്നെ നമ്മുടെ ആവശ്യ സമയത്ത് ആരും ഉണ്ടാകത്തില്ല. കാരണം ഭയങ്കര ഞാൻ 2 പേരെയും കൊണ്ട് പോയി. ഒന്നാമതെ കുഞ്ഞ് ഭയങ്കര വഴക്കാണ്, ചെറുത്. പക്ഷെ അവനെ കൊണ്ട് പോകാതിരിക്കാനും പറ്റത്തില്ല. അന്നോട്ട് പോയേ പറ്റുള്ളൂ. ഹോസ്പിറ്റൽ കാര്യങ്ങൾ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അപ്പം നമുക്കൊരു എന്താ പറയുക, ഇപ്പോൾ സ്ഥലങ്ങളൊന്നും അറിയത്തുമില്ല. അങ്ങനെ കൊണ്ടാകുമ്പം ചിലപ്പോൾ നമുക്ക് സഹായമായിട്ട് ദൈവം ഓരോരുത്തരായിരിക്കും നമുക്ക് എന്താ പറയുക വഴിയിൽ കാണിച്ചു തരുമല്ലോ നമുക്ക്. അങ്ങനെ കാണിച്ചു തന്നാണ് കേട്ടോ ഈ ബസ്സിലൊക്കെ ഡ്രൈവറായിട്ടാണ് കേട്ടോ. കാരണം പുള്ളിക്കാരൻ ചാലക്കുടിക്കാരനാണ്. എനിക്ക് എവിടെ ഇറങ്ങണം ഒന്നും അറിയത്തില്ല. ഞാൻ വിളിച്ച് പപ്പേനോടും ചേട്ടനോടൊക്കെ ചോദിച്ചു എങ്ങനെയാണ് എവിടെയാണ് ഇറങ്ങേണ്ടത്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പം ചേച്ചിയും പപ്പയും മമ്മിയും അനിയത്തിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ ആരും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ട വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് പോയി പഠിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ പോയപ്പോൾ ഈ പുള്ളിയാണ് പറഞ്ഞത് ഇന്ന സ്ഥലത്ത് ഇറങ്ങി ഇന്ന പോലെ പോയാൽ മതി എന്ന്. കാരണം നമുക്കറിയത്തില്ല സ്ഥലത്ത് ഇറങ്ങിയിട്ട്. പിന്നെ ഓട്ടോക്കാരാണെങ്കിൽ ചില ഓട്ടോക്കാർ നമ്മളെ പറ്റിക്കും കേട്ടോ, അധികം പൈസയൊക്കെ വാങ്ങും. അതുകൊണ്ട് പുള്ളിയെല്ലാം വൃത്തിയായിട്ട് പറഞ്ഞു തന്നു. പിന്നെ അതുപോലെ വേറൊരു പുള്ളിക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളിക്കാരും എനിക്കിങ്ങനെ പറഞ്ഞു തന്നു കേട്ടോ, നല്ലോണം എവിടെ ഇറങ്ങണം എങ്ങനെയാണെന്നൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പം നല്ല തിരക്കും ഉണ്ടായിരുന്നു, നല്ല മഴയുമായിരുന്നു കേട്ടോ. അപ്പം എന്നാ പറയുക, വന്നിറങ്ങിയതേ ഉണ്ടൊരു ഓട്ടോ കിട്ടി. പെട്ടെന്ന് അതിൽ തന്നെ കയറി ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പം ഈ ഒരു യാത്രയിൽ ഞാൻ വെച്ചാൽ ഒറ്റയ്ക്കാണെങ്കിലും നമുക്ക് മനസ്സുണ്ടെങ്കിൽ നമുക്ക് എവിടെയും പോകാം, നമുക്ക് പോയി വരാം എന്നുള്ളൊരു. കാരണം കർണാടകത്തിലൊക്കെ ആണെങ്കിൽ ഞാൻ എവിടെയും പോകും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ അനുഭവം ഉണ്ടായിരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കർണാടകത്തിലാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഞാൻ എവിടെ വേണേലും പോകും. പക്ഷേ കേരളത്തിൽ എന്ന് വെച്ചാൽ എനിക്കൊന്നാമത് മെയിനായിട്ട് ബോർഡ് വായിക്കാൻ അറിയത്തില്ലാത്തൊരു പ്രശ്നമുണ്ട്. പിന്നെ ഇവിടെ സ്ഥലങ്ങളൊന്നും അറിയത്തില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ അതൊന്നും എനിക്ക് വിഷയമില്ലായിരുന്നു. ഞാൻ പോയി, ധൈര്യമായിട്ട് പോയി. എന്താ പറയുക, നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് പറ്റാതെ ആയിട്ടൊന്നും ഇല്ല എന്നുള്ളൊരു വിചാരം എനിക്ക് വന്നതും അപ്പം തന്നെയാണ്. കാരണം ഞാൻ ഡോക്ടറെ അടുത്ത് കയറുമ്പോൾ ഇപ്പം ചെറുതിനെയും കൊണ്ട് എങ്ങനെയാണ് കയറുക, 2 ആളെയും കൊണ്ട് കയറുമ്പം അവനാണെങ്കിൽ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമല്ലോ എന്നൊക്കെ ഓർത്ത്. പക്ഷെ അവനകത്ത് കയറി പ്രശ്നമൊക്കെ ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ ഡോക്ടറാണെങ്കിലും അടുത്തവിടെ നിൽക്കുന്ന സിസ്റ്ററാണല്ലോ ഒന്നും പറയുകയൊന്നും ചെയ്തില്ല. ഇവനിങ്ങനെ ഓരോന്നിങ്ങനെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരിക്കും. അവരൊന്നും പറഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കണ്ടെനിക്ക് ഇറങ്ങാൻ പറ്റി. ടോക്കണൊക്കെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കണ്ടിറങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നെക്സ്റ്റ് മന്ത് വരാൻ പറഞ്ഞു, സ്കൂളിൽ വിട്ടോളാൻ പറഞ്ഞു. അപ്പം ഇനി നാളെ സ്കൂളിൽ പോകണം. അവനെ സ്കൂളിൽ ടീച്ചറെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ്റെ ക്ലാസ് ടീച്ചർ ഒരു സിസ്റ്ററായിരുന്നു, ഇപ്പം മാറിയൊരു ടീച്ചറായിട്ടുണ്ട്. അപ്പോൾ വിളിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ചെന്ന് പറയണം, കുറേ ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല, അപ്പോൾ ചെന്ന് പറയണം. അപ്പോൾ അങ്ങനെ. പക്ഷെ ഞാൻ തിരിച്ച് ഞങ്ങൾ വന്ന് ബസ് കയറാൻ വേണ്ടി സ്റ്റാൻഡിൽ വന്നപ്പോഴത്തേക്ക് ഇത് ബസ് സ്ട്രൈക്ക് ആക്കിയേക്കുന്നു. അവർ എന്തോ ബസ് പിള്ളേരെ തല്ലിന്നു, എന്തോ സംതിങ് ഇഷ്യൂസ് കൊണ്ട്. പക്ഷെ എന്നാലും കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ബസ് ഉണ്ടായിരുന്നു. എനിക്ക് നേരിട്ടുള്ള ബസ് കിട്ടിയില്ല. ആ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും മട്ടന്നൂർ കൂടിയൊക്കെ വരേണ്ട വന്നു. മടുത്തു പോയായിരുന്നു കേട്ടോ പിള്ളേരും ഞാനും ഒക്കെ. കുഞ്ഞും 2 പേരും ഉറങ്ങി കേട്ടോ. മോൻ അങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നതിന് ആരും ഒന്നും വിചാരിക്കല്ലേ. കാരണം അവന് മൂക്കിലെല്ലാം ദശ വളരുന്നുണ്ട്, മൂക്കിൽ നെറ്റിയിൽ അവിടെയൊക്കെ ദശ വളരുന്നുണ്ട്, ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡെല്ലാം കഴിച്ചു. വീട്ടിൽ വന്നൊരു അത്യാവശ്യം ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങി. ബാഗെല്ലാം ഇവിടെ അങ്ങനെ തന്നെ വെച്ചേക്കും കേട്ടോ. അപ്പോൾ അതിനകത്ത് കുറേ സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റാനുണ്ടായിരുന്നു. കൂടെയൊക്കെ നനഞ്ഞ് അതിനകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. നല്ല മഴയായിരുന്നു. ഞാനത് കേളകത്ത് വന്നിട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. മറ്റൊന്നുമല്ല, നല്ല മഴയായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതൊരു വീഡിയോക്കൊരു വൈൻഡപ്പ് വേണമല്ലോ എന്ന് വിചാരിച്ച് വീട്ടിലെ വീഡിയോ കൂടെ ബാക്കി ആഡ് ചെയ്ത കേട്ടോ. പിന്നെ ഡോക്ടറെ അടുത്ത് സംസാരിക്കുന്ന വീഡിയോ എടുക്കാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് അങ്ങനെ വീഡിയോ ഇതുവരെ അങ്ങനെ എടുത്തില്ല. പിന്നെ ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞാലോ എന്നോർത്തുള്ളൊരു വീഡിയോ കൊണ്ടുമാണ്. ഇപ്പം പ്രായമായ ഒരു ഡോക്ടറാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാഞ്ഞത്. ഇനിയിപ്പം ഇവരെ കാണിക്കുന്ന ഒരു പീഡിയാട്രിഷ്യൻ ഡോക്ടറുണ്ട്, നമ്മുടെ ജുനൈസ് ഡോക്ടർ എന്ന് പറയുന്ന പുള്ളിക്കാരനെ കൊണ്ട് ഇനി അവിടുത്തെ ഡോക്ടർ തന്ന റിപ്പോർട്ട് ഇവിടെ കൊണ്ട് കാണിക്കണം. അതൊക്കെ ഉണ്ട് ഇനി പരിപാടി. നാളെ സ്കൂളിൽ പോകണം, അതിൻ്റെ ഇടയ്ക്ക് ബാങ്കിലൊന്ന് പോകണം, പിന്നെ അക്കുവിന് മെഡിക്കൽ എടുക്കണം, അതിന് പോകണം. അങ്ങനെ ഓരോ പരിപാടികളുണ്ട്.
അപ്പോൾ ഇതാ വീട്ടിൽ വന്ന് കുറച്ച് നേരം കിടന്നുറങ്ങിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് ചേട്ടായി ഇന്നലെ കൊണ്ടുവച്ച മത്തി ഉണ്ടായിരുന്നു. അപ്പം മത്തി വെള്ളത്തിലിട്ട് ഓരോ സ്ഥലത്ത് ചാള എന്നൊക്കെ പറയുമല്ലോ, വെള്ളത്തിലിട്ടു. അത് കറി വെക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ വൈകുന്നേരത്തേക്ക് എന്തെങ്കിലുമൊക്കെ ആക്കണമല്ലോ. അങ്ങനെ മത്തിയൊക്കെ വെള്ളത്തിൽ വെച്ച്. പിന്നെ ഞാൻ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ഒത്തിരി ഒന്നുമില്ല, കുറച്ച് സാധനം വാങ്ങിച്ചു. കാരണം വെച്ചാൽ സാധനമൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ ഇപ്പം ചേട്ടായി KCBയിൽ പോകുന്നത് കൊണ്ട് ടൗണിലേക്ക് പോകുന്നില്ല. ഇപ്പം ഷോർട്ട് കട്ട് കയറി ഇരിട്ടി കൂടിയൊക്കെ മട്ടന്നൂർ അങ്ങോട്ടൊക്കെയൊക്കെയാണ്, മുണ്ടാനൂർ അങ്ങോട്ടൊക്കെയൊക്കെയാണ് പണി. അപ്പോൾ തിരിച്ച് വരുന്ന സമയത്ത് ഇരിട്ടിയിൽ നിന്ന് സാധനമൊക്കെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മുടെ അടുത്തുള്ള ടൗണിലേക്ക് പോകാം, കേരളത്തേക്കൊന്നും പോകാൻ പറ്റത്തില്ല. അപ്പം ഞാനിന്ന് പോയപ്പോൾ ചേട്ടായി പറഞ്ഞു നീ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് പോരേന്ന് പറഞ്ഞു. അപ്പോൾ പഴമൊക്കെ വാങ്ങിച്ചു. മുട്ട ചേട്ടായി വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. കാരണം ജിത്തുവിന് മുട്ടയും പാലൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ട് പഴമൊക്കെ. അപ്പോൾ ചേട്ടായി മുട്ട വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ അത്യാവശ്യം പഴമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം മുട്ടയും പുട്ടും ഒന്നിച്ച് വരാൻ പറ്റത്തില്ല വീട്ടിലേക്ക്. കാരണം മുട്ട പൊട്ടിച്ചോളൂ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇവനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന സമയത്ത് മുട്ട വാങ്ങിച്ചിട്ട് വന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്ക് എല്ലാം ബുൾസയായിരുന്നു. നേരെ അതിനകത്ത് ഉപ്പ് ഇട്ട് ദോശക്കല്ലിലേക്ക് ഒഴിച്ചാൽ മതിയായിരുന്നു. ആ രീതിയിലാണ് ഞാനിവിടെ എത്തിയത്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പിന്നെ മദനക്കിഴങ്ങ് വാങ്ങി. സാധാരണ ഇവിടെ ഇപ്പം അങ്ങനെ വാങ്ങലില്ലായിരുന്നു, നേരത്തെ വാങ്ങുമായിരുന്നു. കാരണം ഞങ്ങളെല്ലാവരും കഴിക്കുമായിരുന്നു. അല്ലും അക്കും അങ്ങനെ കഴിക്കുമെന്ന് അറിയത്തില്ല. രാവിലത്തേക്ക് മധുരക്കിഴങ്ങും ആക്കി. ഇപ്പോൾ മത്തിക്കറി ബാക്കിയുണ്ടാവും, അതും കൂടെ കൂട്ടി കഴിക്കാമെന്ന് ഓർത്ത്. കാരണം നല്ല ടേസ്റ്റുമാണ്, ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ എല്ലാവർക്കും, ചേട്ടായിക്കും എനിക്കൊക്കെ. മുഖം കാണാത്ത എന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറക്കപ്പിച്ചയിലിരിക്കുകയാണ്. ഒരു ഫോൺ ഞാനവിടെ സൈഡിൽ താഴെ വെച്ചേക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ ഓരോ ഞാൻ ഇതിലൂടെ പറയാൻ വന്നു വെച്ചാൽ നമ്മുടെ ഓരോ എന്താ പറയുക, ഓരോ അവസ്ഥകളാണ് നമുക്ക് ഓരോ അനുഭവങ്ങൾ തരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.